നമസ്കാരം. നമ്മൾ ഗൈനക്കോളജിസ്റ്റ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു പേഷ്യൻ്റ് കുറച്ച് സമയം, അതായത് ഒരു 12 hours 18 hours പെയിനായിട്ട് കിടന്നിട്ട് നമ്മൾ ഇനി ഡെലിവറി നടക്കില്ല, ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഓപ്പറേഷൻ ഈ ലാസ്റ്റ് നിമിഷം പറഞ്ഞിട്ട് എന്താ, ഇത്രയും നേരം ആ കുട്ടി വേദന സഹിച്ചില്ലേ, എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളൊരു കാര്യം. ഇത് പലരും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു പേഷ്യൻറ്റിന്, അതായത് പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി, ഒരു ബേബിയെ ഡെലിവറി ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ട്രയൽ കൊടുത്താലേ പറയാൻ പറ്റൂ. നേരത്തെ നോക്കി നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും നോർമൽ വജൈനൽ ഡെലിവറി ആകുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ട്രയൽ കൊടുക്കുന്നതാണ് നമ്മൾ ഒബ്സ്റ്ററ്റീഷ്യൻസ് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗൈഡ് ലൈൻസ് പ്രകാരം ആക്ച്വലി പെയിൻ വന്ന് 24 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ട് ഡെലിവറി ആയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ട്രയൽ ഓഫ് ലേബർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഗ്ലൂക്കോസ് ട്രിപ്പ് ഇട്ട് ഒരു 12 hours 18 hours ആകുമ്പോൾ തന്നെ അപ്പോഴേക്കും വികസനം ആയില്ല അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു സെൻറ്റിമീറ്റർ വെച്ചെങ്കിലും വികസനം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വികസനം കൂടാനുള്ള സാധ്യത കുറവായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ പറഞ്ഞു വരിക. അപ്പോൾ പല കാരണങ്ങളുണ്ട് നമ്മൾ ഓപ്പറേഷൻ പറയാൻ. നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഇല്ലാതെ ഒരിക്കലും പെട്ടെന്ന് കയറി ഇത് ഡെലിവറി ആവില്ല എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, താഴ്ഭാഗം വികസനം വരണം. 2, കുട്ടിയുടെ തല ഇറങ്ങി വരണം. അതിന് അമ്മയുടെ പെൽവിസ് നല്ലതായിരിക്കണം, അമ്മയുടെ ഇടുപ്പെല്ല് നല്ലതായിരിക്കണം. ബേബി എന്ന് പറയുന്നത് അമ്മയുടെ പെൽവിസിൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റുന്ന ബേബി ആയിരിക്കണം. അപ്പം ഇങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കുന്നതെന്ന് വെച്ചാൽ, കുഞ്ഞിറങ്ങി വന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിയുടെ തല മേലെയാണെന്ന് പറയുമ്പോൾ, എൻ്റെ വൈഫ് 4 കിലോ ഡെലിവറി ചെയ്തല്ലോ, പിന്നെ ഇവൾക്ക് എന്താ ഡെലിവറി ചെയ്താൽ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഇടുപ്പെല്ലല്ല മറ്റൊരു പെൺകുട്ടിയുടെ ഇടുപ്പെല്ല് എന്ന് പറയുന്നത്. ഒരു പൊക്കം കുറഞ്ഞ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടുപ്പെല്ല് വളരെ ചെറുതായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡെലിവറി ആകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബേബിയുടെ സൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ്. ഇടുപ്പെല്ലിന് ഉള്ളിലേക്ക് തന്നെ ചിലപ്പോൾ തല ഇറങ്ങിയില്ല എന്ന് വരും. അതുപോലെ തന്നെ ഒരു നല്ല പൊക്കവും സൈസും ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു 3.6, 3.7, 3.8 kg ബേബി എന്ന് പറയുന്നത് നോർമലായിരിക്കും. കാരണം അവരുടെ ഇടുപ്പെല്ലിന് അത്രയും വികസനവും അത്രയും സൈസും ഇറങ്ങി വരാനുള്ള സ്പേസും ഉണ്ടായിരിക്കാം. പക്ഷേ അതുപോലെ ആയിരിക്കണം എന്നില്ല ചെറിയൊരാൾക്ക് ഒരു 3.5 kg ബേബി. പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഓക്കെ ഈ പേഷ്യൻ്റ് ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞ് സിസേറിയൻ ചെയ്യാൻ പറ്റുമോ? നോ. അപ്പോൾ ഇതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. താഴ്ഭാഗം നല്ല സോഫ്റ്റാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു, താഴ്ഭാഗം നല്ല സോഫ്റ്റാണ്, അപ്പോൾ പിന്നെ ഇപ്പോഴേ ഇൻഡ്യൂസ് ചെയ്ത് ഡെലിവറി ചെയ്യിക്കാൻ പറ്റില്ലേ, നോർമൽ ഡെലിവറി ആവില്ലേ? ശരിക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. താഴ്ഭാഗം സോഫ്റ്റ് ആണ് എങ്കിലും വികസനം ഉണ്ട് എങ്കിലും ഫർദർ വികസനം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ട്രയൽ കൊടുത്ത് നോക്കിയാലേ പറ്റുള്ളൂ. ചിലരൊരു 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വികസനം ആയി കഴിഞ്ഞാൽ പിന്നെ വികസനം വരാത്തവരുണ്ട്. ചിലപ്പോൾ 2 സെൻറ്റിമീറ്റർ വികസനത്തിൽ തന്നെ അങ്ങനെ തന്നെ കുറേ മണിക്കൂറോളം ഇരുന്നിട്ട് പിന്നെ വികസനം വരാത്തവരുണ്ട്. ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുപ്പെല്ലിന് ഉള്ളിലേക്ക് എല്ലുകൾ പ്രൊട്രൂഡ് ചെയ്ത് തള്ളി നിൽക്കുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ തല അവിടം വരെ വന്നിട്ട് പിന്നെ ബ്ലോക്കായി നിൽക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ തല ഒരേ പൊസിഷനിൽ ഇരുന്ന് കുറേ സമയമായി അമ്മയ്ക്ക് പെയിൻ വന്ന് കുട്ടിയുടെ തലയെ താഴോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇവിടുന്ന് തിരിച്ചിറങ്ങി വരാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടിയുടെ തല അവിടെ ഇരുന്നിട്ട് നീരടിക്കും. അതിനാണ് നമ്മൾ കാപ്പഡ് സക്സിഡേനിയം എന്ന് പറയുക. ആ നീര് ഡെലിവറി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ മാറും. പക്ഷേ ആ സമയത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നീരെന്ന് പറയുന്നത് വളരെയധികം കൂടിയെന്നിരിക്കാം ഒരേ പൊസിഷനിൽ അങ്ങനെ ഇരിക്കുമ്പോൾ. അതിൻ്റെയോടൊപ്പം തന്നെ കുട്ടിയുടെ തലയോട്ടിയിലെ എല്ലുകൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. ഒന്നിനടിയിലേക്ക് ഒന്ന് കയറാൻ പറ്റുന്നതാണ്. അപ്പം മാക്സിമം ഒരു 1-1.5 സെൻറ്റിമീറ്റർ വരെ തലയോട്ടിയുടെ എല്ലുകൾ ഉള്ളിലേക്ക് കയറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടിക്ക് ഇറങ്ങി വരാൻ പറ്റും. അതിനെയാണ് മോൾഡിംഗ് എന്ന് പറയുക. പക്ഷെ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ ആ ഒരു എല്ല് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഫർദർ മോൾഡിംഗ് ഗ്രേഡിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബേബിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സിസേറിയൻ പറയേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ട്രയൽ തന്നു കഴിഞ്ഞാലാണ് മനസ്സിലാവുക. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞു. സെക്കൻഡോ തേർഡോ ഫോർത്തോ ഒക്കെ ആണെങ്കിൽ എന്താണ്, എൻ്റെ അടുത്ത് 4th ഡെലിവറി ആയ പേഷ്യൻ്റ് വരെ ഏകദേശം 18 മണിക്കൂർ പെയിൻ എടുത്ത് കിടന്ന പേഷ്യൻസ് ഉണ്ട്. എന്നിട്ട് ഡെലിവറി ആയവരുണ്ട്, ഡെലിവറി ആവാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1-2 ഡെലിവറീസ് നോർമൽ ഡെലിവറി ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ എപ്പോഴും പഴയതുപോലെ ആയിരിക്കണം എന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. 1, അവരുടെ ഏജ് കൂടിയിട്ടുണ്ട്. 2, അവർക്ക് ഷുഗർ, പ്രഷർ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. 3, അവരുടെ ബേബി വെയിറ്റ് കൂടുതലായിരിക്കാം മുന്നത്തേനേക്കാളും. 4, ഇപ്പോൾ നമ്മളൊരു 50 ഡെലിവറി എടുത്താൽ ചിലപ്പോൾ അതിൽ 3 പേരൊക്കെ 40
മേലെ വയസ്സുള്ളവരായിരിക്കും. ഒരു പർട്ടിക്കുലർ ഏജിന് മേലേക്ക് പോകുമ്പോൾ ഈ ഇടുപ്പെല്ലിൻ്റെയൊക്കെ വികസനം, അതായത് ഒരു 1-1.5 സെന്റിമീറ്റർ ഇടുപ്പെല്ല് വിട്ടുകൊടുത്താലാണ് വലിയ കുട്ടികളൊക്കെ ഇറങ്ങി വരിക. പക്ഷെ ആ ഒരു ഏജ് എത്തുമ്പോൾ കാൽസിഫിക്കേഷനും അല്ലെങ്കിൽ ജോയിന്റ് റെസ്ട്രിക്ഷനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജോയിന്റുകൾ മൂവ് ചെയ്യാനൊക്കെ ഒരു ഇത് കുറവായിരിക്കും. അത് കാരണം ചിലപ്പോൾ അവർ മുന്നേ ഡെലിവറി ചെയ്ത ബേബി തന്നെ, ബേബിയുടെ സൈസ് തന്നെ ചിലപ്പോൾ അതിനുള്ളിലൂടെ ഇറങ്ങി വരണം എന്നില്ല. അപ്പം ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷേ നമ്മൾ ട്രയൽ കൊടുക്കണ്ടേ? ആദ്യമേ കയറി സിസേറിയൻ പറയണോ? ഇല്ല, നമ്മൾ ട്രയൽ കൊടുക്കും. മാക്സിമം ഒരു 12 hours 18 hours നമ്മൾ കൊടുത്ത് നോക്കിയിട്ടാണ് നമുക്ക് സിസേറിയൻ വേണോ വേണ്ടയോ എന്ന് പറയാൻ പറ്റുക. പിന്നെ രണ്ടാമത്തെ കാര്യം, വെള്ളം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 24 hours കൊടുക്കാൻ പറ്റില്ല, 24 മണിക്കൂർ കൊടുക്കാൻ പറ്റില്ല. ഒരു മാക്സിമം 18 hours അതിനുള്ളിൽ തന്നെ നമ്മൾ ബേബീനെ ഡെലിവർ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ബേബിക്ക് ഇൻഫെക്ഷൻ വരാം, അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരാം, അത് ICU അഡ്മിഷൻസിന് കാരണമാകാം, അമ്മയുടെ ജീവന് തന്നെ പ്രശ്നമാണ്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ചിലപ്പോൾ നേരത്തെ ഡെലിവറി എടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ സിസേറിയൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കുട്ടി മഷിയിട്ടാൽ സിസേറിയൻ ആവാം. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഇടയ്ക്ക് താഴ്ന്നു പോയാൽ, റിപ്പീറ്റഡ് ആയിട്ട് താഴ്ന്നു പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കാരണം സിസേറിയൻ ആവും. അപ്പോൾ മൾട്ടിപ്പിൾ റീസൺസ് ആണ് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ. എന്നാൽ റീസൺ ഇല്ലാതെ നമുക്ക് നേരത്തെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ടൈം കൊടുക്കണം. ടൈം കൊടുത്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കരുത്. ഇത്രയും ലേറ്റ് ആയിട്ടാണോ സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പറയുന്നത്, എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.